വെൽക്കം ടു കിച്ചൺ ടേൽസ്. ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താട്ടെ. എൻ്റെ കമൻസിലൊക്കെ കുറേ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഡ്രസ്സസ് എവിടെയാണ് തയ്ക്കണേന്ന്. അപ്പോൾ ഇത് സോജ ചേച്ചി ചിരിക്ക് ചേച്ചിക്ക് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നീഡിൽ മാജിക് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ കഫ്താൻസ് ബ്ലൗസസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് കഫ്താൻസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. ചേച്ചി കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് പറഞ്ഞുതരും. ആൻഡ് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ചേച്ചി ഒരു മിനിറ്റ്, കാപ്പിയാണോ ചായയാണോ? കാപ്പി. താങ്ക് യു. സിന്ധുവിനും കാപ്പിയല്ലേ? ഒരു മിനിറ്റ്. ഷായിദ കാപ്പിയാട്ടെ എല്ലാവർക്കും. അപ്പോൾ ചേച്ചി ഇതല്ലേ ആദ്യം തയ്ച്ചത് ഓർക്കണ്ട. ഞാൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു കഫ്താനായിരുന്നു ഞാൻ ആദ്യം ചേച്ചീനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചാൽ ഞാൻ ഈ ഒരു സെയിം പാറ്റേൺ കൊടുത്തു. ഈ സെയിം മെഷർമെൻറ്റിൽ സെയിം ഫോളുള്ള തുണിയെടുത്തു. അങ്ങനെയായിരുന്നു ആദ്യത്തെ ട്രയൽ നടന്നത്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? ഈ ഒരു പാറ്റേണിൽ ചെയ്ത കഫ്താൻസ് കാണിച്ചു തരാം. ഇനി ഈ ചേച്ചി ഈ പാറ്റേണിന് എത്ര മെറ്റീരിയൽ വേണം? 4 മീറ്റർ വേണം. 4 മീറ്റർ മതിയോ? ലെങ്ത്ത് പൊക്കമുള്ളവർക്കോ? ഞാനൊരു 5.1 ഉള്ളേ. പൊക്കമുള്ളവർക്ക് 4.5 മീറ്റർ. വിട്ടോ? തുണിയുടെ വിത്ത് അല്ല 44 അല്ലേ കൂടുതലും? 4.5 മീറ്റർ ഉണ്ട്. അപ്പം പൊക്കമുള്ളവർക്ക് 44 വിത്തിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ 4.5 മീറ്റേഴ്സ് വേണം. ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഇത്രയും ലൂസായിട്ടുള്ള കഫ്താൻ തയ്ക്കാനായിട്ട്. ഞാൻ അടുത്ത മെറ്റീരിയൽ കാണിച്ചു തരാം കേട്ടോ. ഈ സെയിം പാറ്റേണിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത വേറൊരു മെറ്റീരിയൽ. നെക്സ്റ്റ് പാറ്റേൺ സാറ്റിനിൽ തയ്ച്ചു. മെറ്റീരിയൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ചേച്ചി? എപ്പോഴും എനിക്ക് ചേച്ചിയുടെ നിന്ന് ചീത്ത കേൾക്കണം കേട്ടോ. വീർത്ത് നിൽക്കുന്ന മെറ്റീരിയൽ കഫ്താനിന് കൊണ്ടുപോകും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഫോൾ ഒട്ടും ശരിയല്ലെങ്കിൽ നന്നായിട്ട് കിടക്കില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഫോളുള്ള മെറ്റീരിയൽ വേണം ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് സാറ്റിൻ നല്ലൊരു ഓപ്ഷനാണ്. പ്യുവർ സാറ്റിൻ നല്ലതായിരിക്കണം. തയ്ക്കാനും നല്ലതല്ലേ? സാറ്റിൻ പ്യുവർ സാറ്റിൻ ആയിരിക്കണം. കട്ടി കൂടാൻ പാടില്ല. കട്ടി കൂടിയുള്ള സാറ്റിൻ എടുക്കരുത്. എപ്പോഴും ഇതുപോലെ തിന്നായിട്ടുള്ള പ്യുവർ സാറ്റിൻ തന്നെ എടുക്കണം. ഫ്ലോയിൽ കിടക്കണ പോലത്തെ അല്ലേ? ആൻഡ് പിന്നെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാണ്ടോ? സാറ്റിൻ തുണിയിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഓണമൊക്കെ വരണ കാരണം നല്ല ബ്രൈറ്റ് കളർ. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. മസ്റ്റേർഡ് യെല്ലോ, ബേൺഡ് ഓറഞ്ച്, പിന്നെ ഒരെണ്ണം വൈറ്റ്. അങ്ങനത്തെ ഒക്കെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ഭയങ്കര നല്ലതായിരിക്കും. നെക്സ്റ്റ് മൊഡാൽ സിൽക്കിൽ കൊണ്ട് ചെയ്ത് സെയിം പാറ്റേൺ തന്നെ മൊഡാൽ സിൽക്ക്. സാറ്റിനും തയ്ക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മൊഡാൽ സിൽക്കിലെ കഫ്താനും സാറ്റിൻ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. മൊഡാലി അതുപോലെ ചെയ്യാം. മൊഡാൽ സിൽക്ക് അങ്ങനെ തന്നെ ചെയ്യാം. മൊഡാൽ അത്ര എക്സ്പെൻസീവ് അല്ല, നല്ല പ്രിന്റ്സിലും അവൈലബിൾ ആണ്. പക്ഷെ പിന്നെ മൊഡാൽ 2 തരമുണ്ട്. ഇത്തിരി വെയിറ്റ് കൂടിയതേ, കട്ട് കൂടിയതുണ്ട്, കട്ടി കുറഞ്ഞതുണ്ട്. അപ്പോൾ കട്ടി കുറഞ്ഞത് എടുക്കണം. കട്ടി കുറഞ്ഞ മൊഡാൽ സിൽക്ക് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് അതുപോലെ പ്രിന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ഇതുപോലെ ഫങ്കി ആയിട്ടുള്ള പ്രിന്റ്സ് ഒക്കെ ചൂസ് ചെയ്താൽ ഭയങ്കര നല്ലതായിരിക്കും. കുറച്ചൊരു ട്രെൻഡി ലുക്ക് വരും. ആൻഡ് ഞാനിത് വെറുതെ നമ്മൾ കറങ്ങാൻ പോകുമ്പോഴും ഇടും, അതുപോലെ തന്നെ ഫംഗ്ഷനിലും ഇടും. നല്ല ആക്സസറി ഒക്കെ ഇട്ടിട്ട്. പക്ഷേ നല്ലതല്ലേ? എന്നെ സ്റ്റിച്ച് ചെയ്ത് കണ്ടല്ല. ഇതും ഇതുപോലെ തന്നെ ആനിമൽ പ്രിന്റിന്റെ മെറ്റീരിയൽ എന്താ ചെയ്ത്? കോട്ടൺ അല്ലേടി? കോട്ടൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സോഫ്റ്റ് കോട്ടൺ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അല്ലല്ല ഇത് മിക്സാണ്. ഇത്തിരി നോക്കി എന്തെന്നെയായാലും മെറ്റീരിയൽ നല്ല ഫോളുള്ള മെറ്റീരിയൽ. ഇത് മേലെ വെറുതെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കഫ്താനാണ്. ആനിമൽ പ്രിന്റും നല്ലൊരു ഓപ്ഷനാണ് ഇതിന്, കഫ്താൻസിന്. കാണാമോ ശരിക്കും? അത് പുറകിൽ വിടർത്തിയിട്. ഇത് പിന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കഫ്താൻ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ഇവിടുത്തെ വിത്താണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അതാണ് തുണി കൂടുതൽ വേണം പറയണത്. കഫ്താൻ ഇങ്ങനെ വിത്ത് കൂടൂലേ? കൂടുതൽ ഇത്ര ലോങ് ആയിട്ട്. ഇതിപ്പോ ഹൈലോ ആയിട്ടല്ലേ കിടക്കുന്നത്. ഹൈലോയാണിത്. ഇവിടെ ഇറക്കം കുറവും താഴത്തെ ഇറക്കം ഹൈലോ. ഇത് ഹൈലോയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഹൈലോ തന്നെ വരും. എന്തൊക്കെയാണ് ഫോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ കഫ്താൻ. ഇത് ചേച്ചി ഓർക്കണ്ട, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കുറേ നാൾ മുമ്പാ മിലനിന്ന് എടുത്ത മെറ്റീരിയലാണ്. ക്രഷ്ഡ് ആയിട്ടുള്ള
നല്ല ഷൈനി ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് പാർട്ടീസിനൊക്കെ ഇടാൻ പെർഫെക്റ്റാണ്. ലെങ്ത് അധികമില്ല, നമ്മൾ നേരത്തെ കണ്ട കഫ്താനിന്ന് ടോട്ടലി ഡിഫറെൻറ്റാ അല്ലേ ചേച്ചി? ഇതിന് 3.5 മീറ്റർ ഒക്കെ മതി. പൊക്കം ഉണ്ടെങ്കിലും 3.5 മീറ്റർ മതിയാ, വണ്ണം ഉണ്ടെങ്കിലും 3.5 മീറ്റർ മതി. അപ്പോൾ ഈ ഒരു പാറ്റേൺ തയ്ക്കാനായിട്ട് 3.5 മീറ്റർ ഒക്കെ മതി. ആൻഡ് മെറ്റീരിയൽ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആൻഡ് ഒരിക്കലും കഫ്താൻ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യരുത്. ആൻഡ് മെയിൻ തിങ് ആൻഡ് ബീഡിങ്, അതുപോലത്തെ ബീഡിങ് ഒന്നും വെക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷ് ഒരു വേറെ ലുക്കാവും. കഫ്താൻ എപ്പോഴും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഒന്നും ഇല്ലാതെ ഒരു പൈപ്പിങ്ങും കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യണതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. ഇത് കണ്ടോ, ഇങ്ങനെ നല്ലൊരു നെക്കിൻ്റെ അവിടെയൊക്കെ നല്ലൊരു പ്ലെയിൻ ആയിട്ട് ഇരിക്കണതാണ് നല്ലത്. വേറൊരു പാറ്റേൺ, ഞാൻ ഫുൾ ടൈം കഫ്താൻസിൻ്റെ ഫാനാണ്, അത് കാരണം കുറേ പാറ്റേൺസ് ഉണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഓർക്കണ്ടോ, ഇത് ഓർക്കണ്ട, തയ്ക്കാൻ പറ്റൂലെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞത്. അടിയിൽ പേപ്പർ ഇടണം എന്നാ എന്താണ് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. ഇത് ക്രഷ് ടിഷ്യൂ മില്ലനീന്ന് മേടിച്ച മെറ്റീരിയല, സാരിയുടെ മെറ്റീരിയലാണിത്. എന്തോ എനിക്ക് ഈ കളർ ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ച. എങ്ങനെയുണ്ട് ഇതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തന്നെ അല്ല, അന്ന് നല്ലതല്ലാന്ന് എന്നോട് പറഞ്ഞു തയ്ക്കാൻ നേരത്ത്. തയ്ച്ചിട്ട് എങ്ങനെയുണ്ട്? തയ്ച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണ് ഇത് ഫ്ലോയിങ് ഇല്ല, വണ്ണം പോലെ തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ വീർത്ത് നിൽക്കുന്ന മെറ്റീരിയൽ എടുത്ത് കഫ്താൻ തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ച് വണ്ണം തോന്നും. വണ്ണം തോന്നുന്ന പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. വണ്ണമില്ല, വേണമെന്ന് തോന്നണവർക്ക് വണ്ണത്തിലില്ല. നമ്മൾ ആ ലൈനിങ്ങിന്റെ കാര്യം പറഞ്ഞു ചേച്ചി. ലൈനിങ് ഇട്ട് കഫ്താൻ തയ്ച്ചാൽ എങ്ങനെ ഇരിക്കും? നല്ലതാണോ? ലൈനിങ് ഇട്ട് കഫ്താൻ ആരും തയ്ക്കൂല. അപ്പൊ ലൈനിങ് ഇട്ട് കഫ്താൻ കോളർ വെച്ച് തയ്ക്കുന്നുണ്ട് കഫ്താൻ. ലൈനിങ് സ്ലിപ്പായിട്ട് ഡിഫറെന്റ് സ്ലിപ്പായിട്ട് വേണം തയ്ക്കാനായിട്ട്. നെക്കിനനുസരിച്ച് ഡീപ്പാക്കി തയ്ക്കാനായിട്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട. കാരണം പണ്ട് നമ്മൾ ഇത്തിരി അത്ര ഇറങ്ങാണ്ട് അപ്പൊ സ്ലിപ്പ് ഇങ്ങനെ മുകളിലോട്ട് വന്നു. നെക്ക് ഈ കഫ്താൻസിന്റെ നെക്ക് എപ്പോഴും ഭയങ്കര ഡീപ്പ്, അപ്പൊ അതനുസരിച്ചുള്ള സ്ലിപ്പ് വേണം തയ്ക്കാനായിട്ട്. വേറൊരു പാറ്റേൺ നോക്കിയാണ്. ഇതൊക്കെ ചേച്ചി അടുത്ത് വെച്ചോ? അവിടെ ആ കിടക്കണ പച്ചയാണോ നോക്കി, അടി കിടക്കണ്ട, അവിടെ കിടക്കണ പച്ച, അവിടെ എന്തിനാണത് ആ പച്ച? അതിൻ്റെ അടിയിൽ നോക്കി വേറൊരു പച്ച ഉണ്ടായിരുന്നു. അതെടുത്ത് അതിന് താഴെ ഇരിക്കണത്. അയ്യോ, എൻ്റെ പ്രിന്റ് ആ ഫോട്ടോ കാണിച്ചു തന്നെ ഈ ഫ്ലാറ്റിലെ കൊച്ചി, അപ്പുറത്തെ ഫ്ലാറ്റില. എന്റെ പേജ് തുടങ്ങിയിട്ട് അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഗുണം കിട്ടിയില്ല. നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് മനസ്സിലാക്കാൻ പറ്റി. ചേച്ചിയോട് പറയും ഡെയിലി ഓരോരുത്തർ വരുന്നുണ്ടെന്ന്. വരണുണ്ട്, കസ്റ്റമർ ഉണ്ട്, അത് ഉറപ്പാണ്. ഇത് ഡിഫറെന്റ് പാറ്റേൺ അല്ലേ ചേച്ചി? ഇത് കണ്ട ഫ്രണ്ടില് സ്ലിറ്റ് ഉണ്ട്. ഈ വീനെക്ക് തന്നെ കൂടുതൽ വീനക്കാണോ കഫ്താൻസ്? കഫ്താൻ വി ആണ് നീതു. ഞാനൊരു നീതു പോയിട്ടോ ഇപ്പൊ ഏതോ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട ആരോ ഒരു പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുത്തു, അതുപോലെ തയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് മെയിൻ തിങ്. ഞാൻ ഈ കഫ്താൻ്റെ വീഡിയോ ഇപ്പം തന്നെ ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം അതാണ്. ഫാഷൻ ഡിസൈനിങ് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാൻ തന്നെ റെഡിയാക്കുന്ന. ചേച്ചി ഇത് വേറൊരു പാറ്റേൺ അല്ലേ? ഫ്രണ്ടിലും ബാക്കിലും സ്ലിറ്റ് അല്ലേ? ബാക്കിലും സ്ലിറ്റ് ഉണ്ട്, ഫ്രണ്ടിലും സ്ലിറ്റ് ഉണ്ട്. പക്ഷെ അപ്പൊ ഇതിന് എത്ര മെറ്റീരിയൽ വേണം? ഇതിന് 3.5 തന്നെ വേണോ? 3 വേണം. 3 മീറ്റർ മതി. വലിയ ആൾക്കാർക്കൊക്കെയാണ് 3.5 മീറ്റർ. 3.5 മീറ്റർ. ഇപ്പൊ എന്റെ സൈസ് ഉള്ളെങ്കിൽ 3 മീറ്റർ മതി. അപ്പോഴും ഇതെന്റെ ഒരു കോമൺ പാറ്റേൺ ആട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം വലിയ മറ്റേ ലോങ്, ആദ്യം കാണിച്ച ലോങ് വൺസ് ആ പാറ്റേണും ആൻഡ് ഈ ഒരു പാറ്റേണും ആണ്. പക്ഷേ നല്ല പാറ്റേൺ അത് തന്നെ. പിന്നെ ഈ അതുപോലെ തന്നെ ഈ പ്രിന്റ്സ് കണ്ട ഇതുപോലെ ഇങ്ങനെ ഇതുപോലത്തെ പ്രിന്റ്സ് ഒക്കെ കഫ്താൻസിന് ഭയങ്കര നല്ല. ഇത് എനിക്ക് ഹരിയാനന്ദിൻ്റെ അവിടുന്ന് ഹരിച്ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ചാണ് ഈ മെറ്റീരിയൽ. ആൾ തന്നെ പറഞ്ഞു ഈ പ്രിന്റ് ഭയങ്കരമായിട്ട് നമ്മുടെ കഫ്താൻസിന് സൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. പിന്നെ ടൈഗർ പ്രിന്റ് നല്ലതാണ്. ടൈഗർ പ്രിന്റ് നല്ല. അതിപ്പോൾ ചേച്ചീനെ ഞങ്ങൾ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ടൈഗർ പ്രിന്റിൻ്റെ തയ്ച്ചത്. ടൈഗർ പ്രിന്റ് ആദ്യം കണ്ടല്ലേ? ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള തുണികളൊക്കെ കൂടി കണക്ട് ചെയ്ത് ഞങ്ങളൊരു ഷോർട്ട് കഫ്താൻ തയ്ച്ചു. ഇതും ഒരു നമ്മുടെ H&Mലെ ഏതൊരു ഷോളായിരുന്നു, പഴയ ഷോള്. ആൻഡ് ഇത് ഞാനൊരു ജംപ് സൂട്ട് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് തന്നെ. അതിൻ്റെയും തുണി ബാക്കി വന്നപ്പോൾ ഞങ്ങളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഇത് ബാക്കിയുള്ള തുണികൾ കഷ്ണങ്ങൾ കൊണ്ട് കഴിച്ചല്ലേ? അത് തന്നെ, ബാക്കിയുള്ള തുണി വന്നപ്പോൾ ഈ ഒരു കട്ടിന് എന്താ പറയുക, നടുക്ക് ഇതിന്റെ കട്ടിങ് ഉണ്ട് ചേച്ചി, ക്രോസ് കട്ടാണ്, എന്താ പറയണത്? അതല്ലേ ഇത് കണ്ടേച്ചി, ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടാണ് ബാക്കി തുണി അവർ കണക്ട് ചെയ്തേക്കുന്നത്.
അതൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തേക്കെ എടുത്തിട്ട് വൺ സൈഡ് ഒരു സൈഡും രണ്ട് സൈഡും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു കണക്ഷൻ വേണമല്ലോ. അങ്ങനെ അതാണത്. ഞാൻ മെറ്റീരിയലിനെ പറ്റി നേരത്തെ പറഞ്ഞു. എന്റെ ഷോളും പിന്നെ എന്റെ ജംപ് സൂട്ടിന്റെ തുണി ബാക്കി വന്നതും കൂടി കണക്ട് ചെയ്ത് പറ്റി. ഇത് എന്റെ ഫേവറേറ്റ് നല്ലൊരു അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിട്ടിട്ട് അല്ലേ. ഇതാണ് ചേച്ചി പറഞ്ഞ ഫുൾ ആനിമൽ പ്രിന്റ് അല്ല, പുലി പ്രിന്റ്. നല്ല ടൈഗർ പ്രിന്റ്. ടൈഗർ പ്രിന്റ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അത് പക്ഷെ കാണാനില്ല ടൈഗർ പ്രിന്റിന്. പിന്നെ കളറുണ്ട്, ഒരു യെല്ലോ വരണതുണ്ട്. അതല്ല പിന്നെ ഒരു കുഴപ്പം കഫ്താനുണ്ട് കേട്ടോ. നമ്മൾ വണ്ണം വെക്കാൻ അറിയില്ല. ഞാനൊരു 5 കിലോ കൂടി ഇത് ഇടാൻ തുടങ്ങിയിട്ട്. ചേച്ചി തന്നെ പറഞ്ഞു. വണ്ണം വെച്ചല്ല, വണ്ണം വെച്ചു. അതൊരു പ്രശ്നമാണ്, നമ്മൾ ശ്രദ്ധിക്കില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് നടക്കും. ആ സമയത്ത് ഡെനിംസ് ടോപ്പും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയും വണ്ണം വെച്ചാന്ന്. അങ്ങനെ ഒരു കുഴപ്പം. പക്ഷെ ഇതിടുമ്പോ അറിയൂല, വണ്ണം വെച്ചോന്ന് അറിയില്ല, നമ്മളും അറിയില്ല വണ്ണം വെക്കുന്നുണ്ടോന്ന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അടുത്ത ഇതാണ് എന്റെ ഫേവറേറ്റ് കഫ്താൻ. ഇട്ട് കാണിക്കാം. നീതുവിന് ഭംഗി ഏതായാലും കഫ്താന ഏറ്റവും ഭംഗി. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും ഭയങ്കര കംഫർട്ടബിളാണ്. ഇതാണ് എന്റെ ഫേവറേറ്റ് കഫ്താന. ഇതും ഹരിചാരന്റെ മെറ്റീരിയൽ അല്ലേ? ആണ്. ഹരിയാനന്ദിന്റെ അടുത്ത് മേടിച്ച മെറ്റീരിയൽ. അവിടെ എനിക്കൊന്നും കഫ്താനിന് പറ്റിയ മെറ്റീരിയൽ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഹരിചാരനും നല്ല കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് തരും നമുക്ക്. ഇതെനിക്കൊന്നും ഒരു 2 കൊല്ലങ്ങളായിട്ടുണ്ട് ഞാൻ ഈ കഫ്താൻ എടുത്തിട്ട്. ഇപ്പോഴും ഡ്രൈ ക്ലീൻ ചെയ്യണം. ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ഇതിനെ പറ്റിയാ പറഞ്ഞ എന്നോട്? ഇതാണ് നേരത്തെ പറഞ്ഞ ആരോ ഫോട്ടോ എടുത്ത് ചേച്ചിനെ കാണിച്ചു. ആ ടൈപ്പിൽ തയ്ക്കണം എന്ന് പറഞ്ഞ എൻ്റെ എന്താണ്. ഇതോ? ഇത് ട്രപ്സലിന്റെ റെഡിമെയ്ഡ് കഫ്താൻ. അത് നോക്കിയിട്ടാണ് ഞാൻ അതിപ്പോ കാണിച്ചുതരാം ചേച്ചീനെ. ഇത് ട്രപ്സൽ എന്ന് പറഞ്ഞ ഓൺലൈൻ ബ്രാൻഡിന്റെ കഫ്താന. ഇതൊക്കെ ഞാൻ കഫ്താൻ ഇടാൻ കഫ്താൻ ഇടാൻ തുടങ്ങിയപ്പോൾ വാങ്ങിച്ച പാറ്റേണാ. അവർക്കും നല്ല റെഡിമെയ്ഡ് കഫ്താൻസ് ഉണ്ട്. ട്രപ്സൽ ബോംബെയിലുള്ളൊരു ബ്രാൻഡാ. ഇത് കണ്ടോ? ദൈവമേ, വീഡിയോ അടക്കം ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരോ ചോദിച്ചാ ചേച്ചി ഇതേ ഈ പാറ്റേൺ നോക്കിയൊക്കെയാണ് ഞാൻ ചേച്ചിനെ കൊണ്ട് തയ്പ്പിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ചേച്ചിനെ കാണിച്ചിട്ടാണ് ആ സിൽവർ ഇതൊക്കെ ഞാൻ തയ്പ്പിച്ചത്. ഏതാ ആ മിലന്ന് മേടിച്ച മെറ്റീരിയൽ, ക്രഷ് മെറ്റീരിയൽ, അതൊക്കെ ഈ പാറ്റേൺ നോക്കിയാ ചേച്ചിനെ കൊണ്ട് തയ്പ്പിച്ചത്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കാൻ ഇപ്പം എവിടെയാണെങ്കിലും ചേച്ചിയുടെ അടുത്താണെങ്കിലും സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് പാറ്റേൺ ഉണ്ടെങ്കിൽ ആ സെയിം പാറ്റേൺ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ആൻഡ് ആ ഒരു ഡ്രസ്സിലുള്ള സെയിം അതേ മെറ്റീരിയൽ തന്നെ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയിൽ മെറ്റീരിയലിൽ വന്ന ഡിഫറൻസ് ഭയങ്കര മാറ്റം വരുത്തും. അല്ലേ? പറയേണ്ട ആൾ ഇവിടെയാണ് കേട്ടോ. തന്നെ പറയണ്ട. അപ്പൊ പിന്നെ ഞാൻ എടുത്ത് പറയണോ? ഞാൻ ഇതിനെ പറ്റി പഠിച്ചു കുറച്ച് കൊല്ലമല്ലേ തയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള കഫ്താൻ അല്ലേ? കസ്റ്റമർ ഇതെന്റെ ഒരു ലക്കി കഫ്താനും കൂടിയാണ്. 21 മില്യൺ ആണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ. ഇതിട്ടിട്ട് മാംഗോ ജ്യൂസിന്റെ വീഡിയോന് കിട്ടിയത്. ഇത് കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിടും ആ ഒരു ഓർമ്മയില്. ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടല്ലോ. ഇങ്ങനെ വൺ സൈഡ് വരൂലേ? വൺ സൈഡ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇട്ട് വൺ സ്ലീവും തടി വെച്ചു. ഇത് കണ്ട, ഇത് വേറൊരു പ്രിന്റ്. ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഈ ഒരു പ്രിന്റൊക്കെ നമ്മൾ മെറ്റീരിയലായിട്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുവാണെങ്കിൽ ഒരിക്കലും എടുക്കില്ല. ആകെ കൂടെ ഇരുണ്ടു പോയി എന്നൊക്കെ ഓർക്കും. ഞാൻ ഇട്ട് കാണിക്കാം. ഇത് നോക്കിക്കേ, ഈ ഒരു പ്രിന്റ് ഞാൻ നേരത്തെ കാണിച്ച പ്രിന്റ് കേട്ടോ. നമ്മൾ ഇങ്ങനെ പ്രിന്റ് ഓർക്കുമ്പോൾ മെറ്റീരിയലായിട്ട് കാണുമ്പോൾ ഇത്രയും ഒരു കളർഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് തോന്നൂല. ബട്ട് തയ്ച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ്. ഇതും ഹരിച്ചേട്ടൻ സജസ്റ്റ് ചെയ്താൽ തയ്ച്ചത് ചേച്ചി. ഇത് നല്ല ഭംഗിയാണ്. നീ ഇത് എന്തിട്ടാലും ഭംഗിയാണല്ലോ. പിന്നെ അത് സത്യം. ഞാൻ പറയണതാണ്, ഞാൻ കാണുന്നതാണ്. കഫ്താനാണ് ഏറ്റവും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ആക്സസറൈസ് ചെയ്യാൻ പറ്റിയ സാധനം. ഇതിപ്പോ നല്ല ബ്രൈറ്റ് ഇയറിംഗ് ഒക്കെ ഇട്ടാലും നല്ലല്ലേ? നല്ല ലുക്ക് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിട്ട് വേണമെങ്കിൽ കിടന്നോണ്ടാം. പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടിക്ക് പോവാം. കമ്മലിട്ട് ആക്സസറൈസ് ചെയ്താൽ കല്യാണത്തിന് പോവാം. വേണമെങ്കിൽ വീട്ടിലിരിക്കാം. ചേച്ചിയുടെ ഹെൽപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ക്യാമറയിൽ വരണ്ടെന്നാണ് ആള് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ബാക്കിൽ നിന്ന് ചോദിക്കുക. ഇത് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ളൊരു കുർത്ത. ഇത് ചേച്ചിയല്ലേ തയ്ച്ചേ? ഇതിന്റെ വേറൊരു പാറ്റേൺ ഞാൻ തയ്പ്പിച്ചത്. ഇത് തുണിയല്ല, തുണി വേറെയല്ല. ഇതെന്താന്ന് പറയട്ടെ, ഞാനൊരു ഓക്കോട്ട് മേടിച്ചു. അത് എനിക്ക് എന്തോ ഇഷ്ടമായില്ല. എനിക്കത് ഇഷ്ടമായില്ല. അപ്പൊ അതിൽ നിന്നുള്ള ആ ഒരു 4 മീറ്റർ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫുള്ളോ വലുതായിട്ട് അതിനെ വെട്ടി അതിൽ നിന്നുള്ള തുണി. അതാണ് ചേച്ചി അല്ല, നീ ഇത് കണ്ടല്ല, ചെറിയ കഷ്ണങ്ങൾ വരെയും കൊണ്ടുവരും. പ്രിന്റ് തുണിയിലുള്ള ഭംഗിയുണ്ടല്ലോ, അതെനിക്ക് കളയാൻ പറ്റില്ല. ഏത് ചിലപ്പോൾ സാരിയുടെ മുന്താണി എന്തെങ്കിലും ആക്കും. ഇതുപോലെ പകുതി ഭാഗത്ത് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ മുന്താണി പഴയ സാരിയുടെ ഒക്കെ അത് തന്നെ. അതാണ് മെയിൻ പണി. ഈ ഒരു പാറ്റേൺ പുറത്തോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. വീട്ടിലെ നൈറ്റി ആയിട്ട് കറക്റ്റ്. ഇതിൽ ഇത്രയും കൂടി ലെങ്ത് ഉണ്ടായില്ലേ? ഷോർട്ട് ആക്കിയതല്ലേ ഇത്?
ഷോർട്ടാക്കി. പക്ഷെ ഇത് നൈറ്റിയുടെ പാറ്റേൺ അല്ലേ? ഈ നൈറ്റീനെ ഞാനൊന്ന് ആക്സസറൈസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ വ്യത്യാസമായിട്ടുണ്ടെന്നുള്ള കാര്യമല്ല, ബട്ട് നമ്മൾ ട്രൈ ചെയ്യാം. ഭംഗിനേക്കാളും കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാം. ഇതിനൊന്നും ഇത് കണ്ടോ, ഈ ഒരു കുർത്തന്നെ അല്ല, കുർത്തല്ല, ഈ കഫ്താനെ ഇതുപോലെ ഒരു വലിയൊരു ഇയർ. ഇത് എങ്ങനെയുണ്ട് ചേച്ചി? മാറിയാ നൈറ്റി പോലെ അല്ല ഇത്, നൈറ്റിയുടെ അല്ല ഇത്. നൈറ്റി എങ്ങനെയാണ് ഇരിക്കുന്നത്? മാറ്റം വരും നമ്മൾ ഒരു സാധനം ആക്സസറൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോ വീഡിയോയിൽ എങ്ങനെ ഇരിക്കണേന്ന് അറിയില്ല, നേരിട്ട് ചേച്ചി നല്ലതാന്ന് പറഞ്ഞേ. ഇത് അടുത്ത പാറ്റേൺ. ഇത് കണ്ടോ, ഈ ഒരു പ്രിന്റ് ഒക്കെ നമ്മൾ ഇത് പക്ഷേ ഞാൻ എങ്ങനെ കണ്ടാലും എടുക്കുമായിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പ്രിന്റാണ്. ബിക്കോസ് അത്രയും ഒരു എന്താ പറയാ, അത്രയും ഡിഫറെന്റ് പ്രിന്റ്സ് കണക്ട് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ അല്ലേ ഇത്. ഇതും ഹരിച്ചേട്ടൻ സജസ്റ്റ് ചെയ്ത മെറ്റീരിയൽ അവിടെ നിന്ന് തന്നെ, ഗ്ലാഡയിൽ നിന്ന് തന്നെ തയ്ച്ചു. ഇത് തന്നെയല്ലേ കഫ്താൻ ഞങ്ങളുടെ ഷോപ്പിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. ഇത് ആരോ പഠിപ്പിച്ചു കൊടുത്താണ്. എന്തായാലും ഞാൻ തന്നെ ഏതോ കൊണ്ടുവന്നത് തുടങ്ങിയത്. ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെ. താങ്ക് യു. കാരണം എന്താന്ന് പറയട്ടെ, ഞങ്ങള് ഗോവയിൽ ഒരു ട്രിപ്പ് പോയി. ഗോവയിൽ അവിടെ പോയപ്പോ ഒരു ഷോപ്പിൽ ഫുൾ കഫ്താൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ലോങ് കഫ്താൻ ആൻഡ് ഒരു ലേഡി, അറബ് ലേഡിയാന്ന് തോന്നുന്നു, ആള് ഇട്ടിട്ട് മറ്റേ എന്താ പറയാ ആനിമൽ പ്രിന്റിന്റെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിട്ടു. അന്ന് ഞാൻ ഒരു 5 എണ്ണം മേടിച്ചു. അത് നോക്കി ചേച്ചീനെ കൊണ്ട് തയ്ച്ചത് കൂടാതെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തയ്ക്കാൻ പറ്റൂല ചേച്ചി. അതാണ്. അങ്ങനെ ആള് ചിലതൊക്കെ ഫ്ലോപ്പ് ആയിട്ടില്ലേ, മെറ്റീരിയൽ തെറ്റിയൊക്കെ എടുക്കും. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, പിന്നെ അത് ശരിയായി വന്നു. പിന്നെ ചേച്ചിയുടെ നല്ല ചീത്തയും കിട്ടും, മെറ്റീരിയൽ ശരിയല്ലാണ്ട് കൊണ്ടുവന്നാ. അതുകൊണ്ട് പിന്നെ ഞാൻ സൂക്ഷിച്ചെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരെണ്ണം കാണിച്ചു തരാം. ഇനി ഡെനിമിന്റെ കൂടെ ഇടുന്ന കഫ്താൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ഡെനിംസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും. സൂപ്പർ ആണ്. ഇതാണ് ചേച്ചിക്ക് ഇഷ്ടം. ഇത് ഏതാ തുണി ചേച്ചി? എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പണ്ടത്തെ എനിക്കൊന്നും മമ്മിയുടെ സാരി അങ്ങോട്ട് വെട്ടി ഞാൻ തയ്ച്ചാന്ന് തോന്നുന്നു. അല്ല, എന്തുകൊണ്ടാണെങ്കിലും വെട്ടി തയ്ക്കലാണ് സ്വഭാവം. ഓയിലാണോ തുണിയുടെ പേര്? ഓയിലാണ്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്. പക്ഷെ നല്ല ഓയിലല്ല ഇത്, കൂടിയ ടൈപ്പ് ഓയിലായി. എന്താ എനിക്കറിയില്ല. എന്തായാലും പഴയ സാരിയൊന്നും നമുക്കിത് തയ്ക്കാൻ പറ്റും. ഡെനിംസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രിന്റ്സ് നോക്കി ചൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന്റെ കസ്റ്റമർ ഒരുപാട് ഉണ്ട് എനിക്ക്. സത്യം ഒരുപാട് വിളിച്ചോണ്ടിരിക്കുന്നു. ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. അതെ അതെ, എന്റെ ആൾക്കാരൊക്കെ ഞാൻ എന്തായാലും വന്നോട്ടോ അടുത്ത ആള്. ക്യാമറമാൻ എടുത്തു കൊണ്ട് ഞാൻ എനിക്ക് ഈ ഗ്ലാസ്, എന്റെ ഫേവറേറ്റ് ഗ്ലാസ് ഇതാ. പാൻ കേക്ക്. ഇതിന്റെ പേര് ശരിക്കും അത് വരുന്നത് മുട്ടക്കുഴലപ്പം. പ്ലേറ്റ് വേണം വേറെ? തൽക്കാലം ബിസ്ക്കറ്റ് എടുക്കാം, എന്നിട്ട് വേറെ പ്ലേറ്റ് കൊടുക്കാം. താങ്ക് യു. ഇത് നമ്മുടെ പഴയ ഐറ്റം പാൻ കേക്ക്. പാൻ കേക്ക് എന്നാണ് ഞങ്ങൾ പറയണേ. എടുക്ക്, പാൻ കേക്ക് എടുക്കാം. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ക്യാമറമാൻ എനിക്ക് കാപ്പ് കുടിച്ചിട്ട് എടുക്കാം. ഒരു ചെറിയ പ്ലേറ്റ് എടുക്കാം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ. ഓണം സീസൺ ആയതുകൊണ്ട് ആള് മെച്ചപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ, ചേച്ചിയുടെ അടുത്ത് തയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരണം. ഓണം ടൈമിൽ ചിലപ്പോൾ നല്ല തിരക്കാണ്. നെക്സ്റ്റ് ഞാൻ ഈ അടുത്ത് സ്റ്റിച്ച് ചെയ്ത ഇത് ചേച്ചി ഈ ഷോർട്ട് ഇത് എത്ര എന്നാ പറഞ്ഞത്? 3.5 വേണോ? ഞാൻ അന്ന് ഇത് വിത്തുള്ള തുണിയാ. അപ്പൊ തുണിക്ക് അതുകൊണ്ടാണോ ബാക്കി വന്നേ? അപ്പൊ വിത്തുള്ള തുണിയാണെങ്കിൽ 60 ഇതാണെങ്കിൽ 2.5 മതി. 2.5 മതി. അല്ലെങ്കിൽ 3.5 വേണം. 44 വേണം. ബട്ട് ഫോള് കണ്ടോ, ഇത് അത്രയില്ല, മറ്റതുപോലെ ഒന്നുമില്ല, കുറവാണ്. ഇതിന് കറക്കം. ബട്ട് ഇതും എൻ്റെ ഫേവറേറ്റാണ്. ഇങ്ങനത്തെ കളേഴ്സൊക്കെ കുറച്ച് റിച്ച് ലുക്ക് തരുന്ന പോലത്തെ കളേഴ്സാണ്. ബ്രൗൺ, മസ്റ്റേർഡ് യെല്ലോ, പിന്നെ ഇങ്ങനത്തെ കളേഴ്സ് ആയിട്ട് പർപ്പിളൊക്കെ നല്ലല്ലേ, ലൈറ്റ് പർപ്പിൾ നല്ലതാണ്. പേർപ്പിളൊക്കെ നമുക്ക് ഓണത്തിന്റെ സമയത്ത് ആ സാറ്റിന്റെ ഞാൻ കാണിച്ചില്ല, ബ്ലൂ, അതിന്റെയൊക്കെ പല കളർ പേർപ്പിളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് സ്റ്റിച്ച് ചെയ്തോ. അത് ഡെഫിനറ്റ് മുല്ലപ്പൊക്കെ വെച്ച് മുല്ലപ്പൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റിയതാ. ഇനി വേറൊരു കഫ്താൻ ഡ്രസ്സ് കാണിച്ചു തരാം, സ്റ്റിച്ച് ചെയ്ത് തന്നെ. ഇത് റെഡിമെയ്ഡ് കഫ്താനാ, ലോങ് ആയിട്ടുള്ളത്. ബട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലല്ലേ, ക്രഷ്ഡ് കോട്ടൺ ലിനനിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, പല കളേഴ്സിൽ. അതൊരു 4 മീറ്റർ മതി. 4 മീറ്റർ മേടിക്കുക. ആൻഡ് സൂട്ടയിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ട്, പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഇതുപോലെ അവിടെ അവിടെയൊക്കെ പിടിപ്പിച്ചാൽ ഏകദേശം. പക്ഷെ ബ്ലാക്ക് തന്നെ ഭംഗിയുണ്ട് കേട്ടോ. അതെ, ബ്ലാക്ക് അവൈലബിൾ ആണ്. അവിടെ ആണെങ്കിൽ അതിന്റെ ഫ്ലവേഴ്സ്, ക്രോഷിയോടുള്ള ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് അവിടെ അവിടെയൊക്കെ പിടിപ്പിച്ചാൽ ഇങ്ങനെ ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ കിട്ടും. സ്വന്തമായിട്ട് ചെയ്ത് തന്നെ ആ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ട്രൈ ചെയ്യും. അതാണ് എനിക്ക് സംഭവിച്ചത്.
ഇതല്ലേ ഇപ്പം നല്ല. ഇത് പക്ഷെ റെഡിമെയ്ഡ് ആയി ചെയ്ത് ഒരു ബ്രാൻഡിന്റെ. ബട്ട് ഇത് നോക്കിയിട്ട് ഞാൻ ചേച്ചിയുടെ ഇത് അത് വേറെ ഒരെണ്ണം തയ്ച്ചില്ലേ ഇതിന്റെ പോലെ? പാറ്റേൺസ് നമ്മൾ ഇത് നോക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓർക്കണുണ്ടോ? ഫ്രണ്ടിലും ബാക്കിലും സ്ലിറ്റ് ആയിട്ട് കുറെ പാറ്റേൺസ് തയ്ച്ചിട്ടുണ്ട്. ഇനിയും കാണണമല്ലേ കഫ്താൻ കുറെ ഉണ്ട്. ഇത് കഫ്താൻ ഡ്രസ് ഓർമ്മയുണ്ടോ? എലാസ്റ്റിക്, തിൻ എലാസ്റ്റിക്. ഇപ്പൊ ചേച്ചിക്ക് ആ വയറിന്റെ കാര്യം പറയാം. ചേച്ചി നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളിപ്പോ പറയാം. ഇതൊരു കഫ്താൻ ഡ്രസ്സ്, നടുക്ക് ഇങ്ങനെ. ഇതെന്താ ചേച്ചി പറയണേ? ഇത് തിന്നായിട്ടുള്ള എലാസ്റ്റിക്. തിന്നായിട്ടുള്ള എലാസ്റ്റിക്. ബട്ട് ഇത് ചിലപ്പോ വയറ് പാടില്ലായിരിക്കും അല്ലേ? വയറ് പാടില്ല, പക്ഷെ വയറ് കുറക്കാൻ ഒരു മരുന്നുണ്ട് കേട്ടോ. മരുന്നല്ല, എന്താണ് മുതിര. അങ്ങനെയൊന്നും പറയണ സാധനമല്ല കേട്ടോ. ഡെയിലി കഴിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോന് വേണ്ടിട്ട്. അല്ല, മുതിരയില്ലേ, മുതിര വെള്ളം അത് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഒരു ഗ്ലാസ് തിളപ്പിക്കണം. മുതിര പച്ചക്കാണോ? അല്ലെന്ന് മുതിര ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളം. എന്നിട്ട് ആ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക. 7 ദിവസം അടുപ്പിച്ച് കുടിക്കുക. മുതിര കഴുകിയിട്ട് വെള്ളത്തില് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ഷായിദ കേട്ടാ? ട്രയലിന് ഞാൻ ഷായിദനെ വെച്ചിട്ടുണ്ട് ബാക്കില്. ഇത് നേരത്തെ കഴിക്കണ്ടേ? രാവിലെ രാവിലെ വെറും വയറ്റില്. വെറും വയറ്റില് രാവിലെ. തലേ ദിവസം മുതിര വെള്ളത്തിട്ട് വെക്കണം. നല്ലത് വേഗുള്ളൂ, നല്ല വേവുള്ള സാധനം. ചേച്ചി കുക്കറിൽ ഇടണ്ടേ മുതിര? ഇതും അത് വെന്ത് കഴിയുമ്പോ അതിന്റെ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. തലേ ദിവസം മുതിര വെള്ളത്തിലിടുക. ആൻഡ് വേറെ പ്രഷർ കുക്കറിൽ വേറെ വെള്ളം ഒഴിച്ചാണ് വേവിക്കേണ്ടത്. ആ വെള്ളം തന്നെ ഒഴിച്ച് കഴുകിയിട്ടല്ലേ ഇടുന്നത്. ഓക്കെ. അപ്പം മുതിര തലേ ദിവസം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ആൻഡ് പിറ്റേ ദിവസം സെയിം വെള്ളം തന്നെ പ്രഷർ കുക്ക് ചെയ്യുക. ആൻഡ് അത് മുതിരയുടെ വെള്ളം മാത്രം എടുത്ത് കുടിക്കുക. വയറ് കുറയോ? അത് ഉറപ്പാണ്, കുടിച്ച ആൾക്കാരുണ്ട്. എന്നിട്ട് ഇത്ര നാളായിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഓ, അതെ, കുടിച്ചവരുണ്ട്. ഞാൻ 7 ദിവസം മതിയോ? കറക്റ്റ് ആട്ടാ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിന് മുമ്പ്. ഓണത്തിന് കുറച്ചധികം ദിവസമുണ്ട്. ബട്ട് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്താൽ അധികം വയറൊന്നും ഇല്ല നീതുനി അല്ലേ ചേച്ചി? ഇത് എനിക്ക് സാറ്റിനിലായിരുന്നു തയ്ക്കണ്ടേ. ഈ പാറ്റേൺ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാറ്റിനിലായിരുന്നു തയ്ക്കണം. മുഴുവൻ കഴിക്കല്ലേ, അപ്പൊ പിന്നെ അതാ ഞാൻ പറഞ്ഞത്. വീഡിയോ എടുക്കണ മുഴുവനും തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ 5 കിലോ കൂടിപ്പോയത്. ഇനിയിപ്പോ നിർത്താനും പറ്റില്ല. എന്തായാലും യൂസ്ഡായി. അപ്പൊ ഇത് പറയാൻ കാരണം ഞാൻ ഈ പാറ്റേണിന്റെ സാറ്റിനിലാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ വയറ് തോന്നുന്നൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഈ കോട്ടൺ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കേട്ടാ. ബട്ട് ഇത് നല്ലതല്ലേ? നല്ല. ഈ പാറ്റേണും എനിക്കിഷ്ടമായി. ബട്ട് സാറ്റിനിലും ചിലപ്പോൾ നല്ലതായിരിക്കും. ഇത്തിരി കൂടി മെലിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഇത്തിരി കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല, എനിക്ക് തോന്നുന്നു നല്ല ഡിസൈനർ വെയർ ഡ്രസ്സൊക്കെ ഇട്ട പോലെ തന്നെ ഇരിക്കും. സാറ്റിൻ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തയ്ച്ച് കഴിഞ്ഞു. പക്ഷേ ഇതിന് ഇതൊന്നും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടേക്ക് ഇങ്ങനെ അത്ര വലിയ വയറൊന്നും വീർത്തിരിക്കണില്ല. എന്നാ അപ്പം അങ്ങനെ മുതിര കഴിച്ചിട്ട് ഇത്രയും കൂടി കുറച്ചിട്ട് കാണാം. എന്നാ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാത്. മുതിര വെള്ളത്തിൽ ഇടണേ. തംസപ്പ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഞാൻ ഈ ഒരു പ്രിൻ്റ് കൂടി തയ്ച്ചു. രണ്ടിൻ്റെ മെറ്റീരിയൽ ഞാൻ ഹരിശാൻ്റെ അടുത്ത് നിന്ന് എടുത്തത്. ഐ മീൻ ഹരിയാനന്ത്. ബട്ട് ഇതൊന്നും അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. കിട്ടിയപ്പോൾ തൊട്ട് പക്ഷേ ഞാൻ എപ്പോഴും. പക്ഷേ ഇതെല്ലാം അവർ നീതുവിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കണേണ് മൊത്തം. നീതു തന്നെ അവിടെ നിന്ന് മുഴുവൻ എടുക്കണത്. അല്ല, എനിക്ക് കഫ്താന് പക്ഷെ വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല ചേച്ചി. അത്രയും ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലേ നമുക്ക് കിട്ടാൻ പാടാം. ഇതും ഈ സെയിം പാറ്റേണിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചു. ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്യിക്കാൻ പോകുന്ന സാറ്റനിൽ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യും. മുതിര കുടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് സാറ്റനിൽ സ്റ്റിച്ച് ചെയ്യും. ഏകദേശം തീരാറുണ്ട്. എനിക്ക് കൂടുതലും പ്രിന്റഡ് ചേർന്ന്. പ്ലെയിനേക്കാളും എനിക്കിഷ്ടം പ്രിൻസാണ്. ഇത് ഹസ്ബൻഡിന്റെ മുണ്ടാണ്. പഴയ മുണ്ടെടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കുർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതിന് നോട്ട് എന്തെങ്കിലും പറയുമോ ചേച്ചി? ഈ പ്രത്യേക ഈ കഫ്താറിനെ ഇവിടെ കെട്ടി വരുന്നേ അത് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വെക്കണം എന്ന് പറയും. ത്രെഡ് ചുരുക്കായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കസവ് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ വലിയ എക്സ്പെൻസ് അല്ല. പഴയ സാധനം എടുത്ത് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇറക്കം കുറവായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ഫോർമലായിട്ട് ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കാണിച്ചേട്ടാ. സെയിം പാൻറ്റിൻ്റെ കൂടെ ഇത് കണ്ടോ? ഈ സെയിം കുർത്തേനെ കഫ്താനെ തന്നെ ഞാൻ പാൻറ് ഇട്ട് പെയർ ചെയ്തു. നല്ല ഭംഗിയുണ്ട് അല്ലേ? കുറച്ചുകൂടി ഫോർമൽ ലുക്കാണ്. നിങ്ങൾക്ക് ഓണത്തിനൊക്കെ കറക്റ്റാണ്. ഞാൻ വലിയ ജിമിക്കൊക്കെ ഇട്ടാൽ പൊളിയായിരിക്കും. ഞാൻ ഇട്ട് കാണിക്കാം. ഇതിനൊരു ഫ്രീ സൈസാണ്. ആർക്ക് വേണമെങ്കിലും, എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും, ഈവൻ പ്രായമുള്ളവർക്കും കംഫർട്ടബിൾ ആയിരിക്കും ഇടാനായിട്ട്. ഓണത്തിനൊരു വ്യത്യാസമായിട്ട് തയ്ച്ചു കൊടുക്കുക അമ്മമാർക്ക്. മുല്ലപ്പിട്ട് കാണിച്ചു തരാം. ഇത് വേണ്ട, ഇത് നല്ല മോഡലായിട്ടുണ്ട്. ഇത് ഈ മുല്ലപ്പൂ നമ്മുടെ ഗുഡ്വിൽ നിന്നാണ്. ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ.
ഇതും ഒരെണ്ണം മേടിച്ച് വെക്കണത് നല്ലതായിരിക്കും. ആൻഡ് ജിമിക്കി ഫ്രം എക്സിബിഷൻ ക്രോഫ്റ്റിൽ വന്ന ഒരു എക്സിബിഷന് 2000 to 800 അങ്ങനത്തെ എങ്ങാണ്ട് റേഞ്ച് ഉള്ളൂ. പക്ഷെ നല്ല സൈസ് ഉണ്ട്, വേർത്താണ്. ഇത് നമുക്ക് കസവുള്ളതായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഈ ബോർഡർ കളർ ചേഞ്ച് ആയിട്ട് എടുക്കാം. അതന്നെ കസവിട്ട് കുറെ കൂടെ ഒരു ഗ്ലാമർ ലുക്ക് വരും, ഭയങ്കര ഒരു കല്യാണത്തിന് പോവാം. പക്ഷെ നീതുവിന് നല്ല ഞാൻ പഴയ മുണ്ട് ചേച്ചി ഇപ്പം ഐഡിയ കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഈ സെയിം സാധനം തന്നെ ഇപ്പം തോന്നിയ ഐഡിയ ഉണ്ട്, ടാസൽസ് വെച്ചിട്ട് നമ്മുടെ പല കളറിലെ സാരിയിൽ വരുന്ന ടാസൽസ് ചേച്ചി വേറെ കളർ ചേഞ്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ബോർഡറിൽ കസവ് മാത്രം മതി. ഡീറ്റെയിൽസ് വരെ ഒന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം വരണ ഒരു ഐഡിയ വരുന്നത് ചിലപ്പോൾ 2 ഡ്രസ്സൊക്കെ കണക്ട് ചെയ്ത് നോക്കും, ഉള്ളിലെ പ്രിൻറ്റും ബോർഡേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുമെന്നൊക്കെ എനിക്കറിയില്ല, എന്തോ അങ്ങനെ. ഇത് പക്ഷേ ഇങ്ങനെ തോന്നൽ വരുന്നത് കുറേ നാളായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വെട്ടുകഷ്ണവും ജോയിൻ ചെയ്യും. എന്താണെന്നറിയില്ല, ഒന്നും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ എൻ്റെ കഫ്താൻസിനെ പറ്റി. അപ്പോൾ താങ്ക് യു ചേച്ചി. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്, അത് എടുത്തോണ്ട് പോയിക്കോ, എന്നിട്ട് പൈസ ഡിസ്കൗണ്ട് തന്നാൽ അതിന്ന് കട്ട് ചെയ്തു. ഇതൊന്നും എടുത്തോട്ടെ, അതല്ല ഇത് തിരിച്ചങ്ങോട്ട് തരാം. എന്തോ പാറ്റേൺ ഒന്ന് നോക്കാനാ ഇത്. ചേച്ചി തയ്ച്ചു കൊടുക്കണതൊക്കെ കൊള്ളാം, പക്ഷെ കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നീ ഇവിടെ അല്ല ഇതുവരെ അല്ലാതെ ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പൈപ്പിംഗ് അത് പറഞ്ഞില്ല, അങ്ങനെ വേണ്ടെന്ന്. ചിലവർക്ക് പൈപ്പിംഗ് വേണം, അല്ല ചില ആൾക്കാർക്ക് വേണം. ഇപ്പൊ കോളർ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വരണം കോളർ വെച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഒരു സ്റ്റൈല് പോകും നമ്മുടെ. ഇതാണ് മെയിൻ തിങ്, പൈപ്പിംഗ് വരുമ്പോൾ കാണിക്കാനായിട്ട് വെച്ചിരുന്ന സാധനം. ഇത് കണ്ടോ ചേച്ചി, ഇവിടെ ഈ പൈപ്പിംഗ് വന്നിട്ട് ഞാൻ ഇട്ട് കാണിക്കാം. പൈപ്പിംഗ് വരുന്ന സാധനങ്ങളിൽ വ്യത്യാസം തന്നെ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, മുട്ടക്കൊള്ളപ്പം. എനിക്കറിയാം, ഞങ്ങളിവിടെ പാൻ കേക്ക് എന്നാ പറയുന്നത്. എന്താണ് അത് കൊള്ളാം. പാൻ കേക്ക് ഒന്നും അതാവൂല, എങ്ങനെ വന്നാലും പാൻ കേക്ക് ആവൂല. മൈദയുടെ ദോശയിലകത്ത് തേങ്ങാപ്പീര ഫില്ല് ചെയ്യുന്ന സാധനത്തിന് ഞങ്ങളുടെ വീട്ടില് പണ്ട് ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചല്ലേ. അതെ ഞാൻ തമാശല്ല, നല്ല സൂപ്പറാണ് സാധനം. എനിക്ക് വേണ്ട നീതു. ഇത് ഞാൻ വരുമ്പോ പിന്നെ തടിയൊന്നും വെച്ചിട്ടില്ലെന്ന് പറയും. ഞാൻ എപ്പോ കണ്ടാലും പറയും, നീ ഇത് വരുമ്പോ അറിയാം, കയറി വരുമ്പോഴേ പറയും ഇത് തടി വെച്ചിട്ടുണ്ട്, പിന്നെ തടിയൊന്നും വെച്ചിട്ടില്ല, അത്ര ഒന്നുമില്ല, ഞാൻ ജിമ്മിന് പോകാനാണ്. അതെ ഡിസ്കസ് ചെയ്യാറുണ്ട് ശരിക്കും. അതെ പൈപ്പിംഗ് വെച്ച് കഫ്താൻ ഞാൻ കാണിച്ചത് ചേച്ചി നോക്കിക്കേ. അതെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ നീതു, പൈപ്പിംഗ് ഇഷ്ടമുള്ളവരുണ്ട്, അവർക്കത് വേണമെന്നുണ്ടാവും. നീതുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ നീതുവിന് വെക്കണ്ടെന്ന് പറഞ്ഞ് വെക്കണമില്ല. അല്ല അതുകൊണ്ട് ചേച്ചിക്ക് ലുക്ക് വൈസ് എന്തെങ്കിലും തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇഷ്ടം നോക്കണ്ട, അല്ലാതെ കഫ്താനിന് ഈ പൈപ്പിംഗ് വെക്കുമ്പോ എന്തെങ്കിലും ചേച്ചിക്ക് ഇപ്പൊ തയ്യൽ അറിയണോണ്ട് ഞാൻ ചോദിക്കണം. എനിക്കൊന്നും തോന്നുന്നില്ല, കാരണം എന്താന്നാ ഇല്ല, അത് സെയിം പീസ് തന്നെയല്ലേ വെച്ചേക്കണ. പൈപ്പിംഗ് സെയിം പീസ് സ്റ്റൈലിങ്ങിന് ഒരു വ്യത്യാസം ഇല്ല നീതു. അത് നീതുവിന് മാത്രം അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തോന്നണ. കോളർ വെച്ചൊരു കഫ്താൻ തയ്ക്കാൻ പറയുന്നുണ്ട്. അതെ കോളർ വെച്ചിട്ടാണ് ഇപ്പൊ കുട്ടി തയ്ക്കാൻ പറയുന്നത്. പേഴ്സണൽ ചോയ്സ് ആയിരിക്കും കേട്ടോ. ഈ എന്താ പറയാ പൈപ്പിംഗ് ഇല്ലാണ്ടുള്ള കഫ്താൻ ബ്ലൗസിന് പോലും ഇഷ്ടമല്ല. എനിക്ക് ഒന്നിനും പൈപ്പിംഗ് ഇഷ്ടമല്ല. അതെന്താ തന്നെ പൈപ്പിംഗ് വെച്ചാൽ അവിടെ ഇടിയാണ് ഞാനും ചേച്ചിയും തമ്മിൽ. അല്ല ഇപ്പൊ ബാക്ക് ത്രെഡ് വെക്കൂലേ, അത് നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് വെക്കുമ്പോ അതിന്റെ ഭംഗിയൊന്ന് വേറെയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് വെറുതെ അടിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ കസ്റ്റമറിന്റെ ടീഷർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. നീതുവിന് അതാ ഇഷ്ടം, അപ്പൊ പിന്നെ അത് തന്നെ ചെയ്യും. ഇനി ബ്ലൗസും ചേച്ചി തന്നെ തയ്ക്കണേ. ചേച്ചിക്ക് കുറെ ഇപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ട് പുറത്തുനിന്ന് ഒരുപാട് കസ്റ്റമർ വന്നു. താങ്ക് യു ചേച്ചി. നല്ലോണം കസ്റ്റമർ ശരിക്കും. അതെ അതുപോലെ തന്നെ തയ്ക്കണമെന്നും പറഞ്ഞ് വരണുണ്ട്. അല്ലാതെ വന്നോണ്ട് ഇത് നീതുവിന്റെ പോലെ തന്നെ തയ്ക്കുള്ളൂ, അല്ലാതെ തയ്ക്കൂലെന്നും എല്ലാം തയ്ക്കും എന്ന് പറയും. താങ്ക് യു. ഇനി ഞാൻ പിന്നെ 10-27 വർഷമായി ഇവിടെ ഈ കട തുടങ്ങിയിട്ട്. ആരെങ്കിലും കേക്കട്ടെ. 24 വർഷമായി കട തുടങ്ങിയിട്ട്. അത് പിന്നെ ഓപ്പോസിറ്റ് എന്നോട് വർത്താനം പറഞ്ഞത് അല്ലേ. അല്ല സത്യത്തിൽ ഞാൻ 24 വർഷമായില്ലേ തുടങ്ങിയിട്ട്. അത് കറക്റ്റ് അല്ലേ, അത് ഡെഡിക്കേറ്റഡ് ആണ്. അതെ നമ്മുടെ മറ്റേ സാധനം എടുത്തോണ്ടോ, അല്ല സോറി മെഷീൻ എടുത്തോണ്ടോ പോവാന്നിട്ട് ബൈ അല്ല മെഷീൻ വാഷിംഗ് മെഷീൻ അല്ല. സോറി ചേച്ചി
ഇത് കുറേ നാളെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ മെഷീനാണോ നിങ്ങൾ യൂസ് ചെയ്യണേ? ഈ മെഷീനല്ല യൂസ് ചെയ്യണത്. ഈ മെഷീനല്ല യൂസ് ചെയ്യണത്. ഈ മെഷീനല്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഉപയോഗിച്ച് നോക്കിയാൽ എന്ത് ടൈപ്പാണ്? ഉപയോഗശൂന്യമാണോ ഇത്? ഇവിടെ ഉപയോഗിക്കണില്ല. ഞാൻ വന്നിട്ട് ഡിസ്കൗണ്ട് തന്നാൽ മതി എനിക്ക് എല്ലാ മാസവും. ഡിസ്കൗണ്ടിൽ തന്നാൽ മതി. ഓക്കെ. ഇത് ഗ്യാരണ്ടി കാർഡും ഉണ്ട്. ഉപയോഗിച്ചിട്ടേ ഇല്ല അത് ആക്ച്വലി. ഇതെങ്ങനെ കൊണ്ടുപോകും? റെഡി ഒന്ന് ആക്കി കൊടുക്കണേ. എന്നാ എല്ലാവരും പാക്ക് ചെയ്തോ. ബൈ. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പം താങ്ക് യു നീതു. പഠിച്ചട്ടാ, വന്ന പോലെയല്ലേ ഇപ്പോൾ.